സ്കില്ല് എനിക്ക് കൂടുതൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിപ്പൂസ് വ്ളോഗ് ആൻഡ് ഇറ്റ്സ് മീ ചിപ്പു ഹിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇന്ന് വന്നിട്ട് റിസപ്ഷൻ ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ വിചാരിച്ച് ചെയ്യണം, കാരണം കുറേയൊക്കെ റിപ്പീറ്റഡ് സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ബോറടിക്കും വിചാരിച്ചു. പക്ഷേ ഓരോ ലുക്കും ഓരോ ഡ്രസ്സും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കാണിക്കാമെന്ന് കരുതി. ആൻഡ് ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ് അഞ്ചരാണ്. ഇതൊരു ഡ്രേപ്പ് സാരിയാണ്, ഡ്രേപ്പ് സ്കേർട്ടാണ്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇവിടെ ഞെറി വന്നിട്ട് ആൻഡ് പ്ലീറ്റ് കുറേ ഉണ്ട്. അത് ആക്ച്വലി ഉള്ളിലായി. ഞാൻ പുറത്ത് ചെയ്യാനാണ് പറഞ്ഞത്, എന്താണെന്ന് അറിയില്ല. ആൻഡ് കുപ്പായം കുറച്ച് ലൂസ് ഉണ്ട്, അതെന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി. ഇന്ന് കളർ കോഡ് ഉണ്ട്, ബ്രൗൺ ആണ് എല്ലാവരും ഇടുന്നത്. ഇത് നമ്മൾ വന്നേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള ബ്രൗൺ. ആദ്യം തന്നെ മാസ്ക് ഇടുകയാണ്. ഞാൻ ഇന്നലെ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ആൻഡ് ഇന്ന് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മാസ്ക് തന്നെ കൊളാജൻ ഷീറ്റാണ്. കൊളാജൻ ഷീറ്റ് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മളെ ഫേസ് യങ്ങായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ഷീറ്റ്, അതാണ് സംഭവം കൊളാജൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് അതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഷീറ്റുള്ളൂ. എത്ര നേരം ഇരിക്കണം? 15-20 മിനിറ്റ് ഇരിക്കണം അതിനും. അപ്പോൾ ക്ലെൻസ് വെക്കണം അതിനിടയിൽ. ആൻഡ് നിതമോളും മാസ്ക് ഇടുന്നുണ്ട്. നിതമോളെ ആദ്യം നമുക്ക് നിതമോൾക്ക് മാസ്ക് ഇട്ടെടുക്കാം. നമ്മൾ കളർ ഉണ്ട് ഓൾറെഡി, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ പീൽ ഓഫ് മാസ്ക് ആണ് ഇത് ആക്ച്വലി. ഇപ്പം ഞാൻ എൻ്റെ മോൾ കഴുകണമല്ലോ കുറച്ച്. ഇതമ്മോളെ നമുക്ക് കറപ്പിക്കാം. അല്ല, എനിക്ക് മീശ ഉണ്ടല്ലേ, അതൊക്കെ പറഞ്ഞു തരും കേട്ടോ. ജസ്റ്റ് ഒരു ഗ്ലോ എത്താൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഹെയറിലെ സ്ഥലത്തൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ പെണ്ണിനെ മൊത്തം ഹെയറിൽ ഞാൻ അപ്പോഴാണ് കാണുന്നത്. ഇവള് ചെറുപ്പം തൊട്ടേ ഇവിടെ നിന്ന ആളാണ്. പണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരുക്കി കൊടുത്തു. എനിക്ക് അപ്പോൾ അത് ഓർമ്മ വന്ന് എല്ലാവരും നിന്നേരും. പിന്നെ കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾക്ക് 5 മണിക്ക് പോയാൽ മതി. ഇന്ന് ഇപ്പം സമയം 4 മണി. 4 മണി നമുക്ക് വല്ല പോയാൽ മതി. ഇനി ഞാനിടട്ടെ മാസ്ക്. അയ്യോ ഓക്കെ, ശരിയില്ല, എന്തൊക്കെയാ വീഴണം. ഇത് ഞാൻ വാങ്ങിച്ചത് ട്രെൻഡ്സിൽ നിന്നാണ്. ഇതിന് എത്ര രൂപ? 49 രൂപ കേട്ടോ. എൻ്റെ അമ്മേ, ഇത് ലിക്വിഡാണ് പോയത്. ഇത് കുറേ നല്ല ലിക്വിഡ് ഉണ്ട്. ഇങ്ങനെ എത്ര ലിക്വിഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ ഭയങ്കര നിവർത്താൻ കുറച്ച് കിട്ടും. ലഞ്ചൊക്കെ ഞാൻ ഇപ്പോഴാണ് ഇട്ടത്, നല്ല ടൈമുള്ളതുകൊണ്ട്. വലിയ മാസ്കാണ്. ഓക്കെ, സ്മെല്ല് അത്ര സുഖമില്ല. ഇന്നലെ കോഫി അല്ല ഇട്ടെ, കോഫി അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഒരുവിധം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-20 മിനിറ്റ് വെക്കണം. ഇന്ന് ഓവർ റിസപ്ഷനാണ്. ഞാൻ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഇടണമെന്നിട്ട് അത്രയും ഓവറായിട്ട് ഇടണമൊന്നുമില്ല. ഞാനൊരു സിമ്പിളായിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ഇവിടുത്തെ ഫംഗ്ഷനാണ്. ഇത് സംസാരിക്കുന്നത് പോലെ ഇത് ഇവിടുത്തെ ഫംഗ്ഷനാണ്. അപ്പോൾ കുറച്ച് ഇതാവണമെന്നുണ്ട്. ഈ ഗ്യാപ്പിൽ നമുക്ക് ലെങ്സ് വെക്കാന്ന് കരുതി. കൈയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ലെങ്സ് വെക്കുമ്പോൾ നല്ല കൈ വാഷ് ചെയ്തിട്ട് വെക്കണം. ആൻഡ് ഇങ്ങനത്തെ ലെങ്സ് തീരെ സേഫ് അല്ല. ഞാൻ അപ്പോൾ അടുത്ത് കൂടി കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, വെക്കാൻ പുതിയിട്ടല്ലേ. എനിക്കറിയില്ല, ചിലപ്പോൾ വെക്കുള്ളൂ. കാരണം ഞാൻ മുന്നേ പ്രാവശ്യം വെച്ചപ്പോൾ എൻ്റെ ഐസ് ഓൾറെഡി കുറച്ച് ബ്രൗൺ ആണ്. അല്ലേ ഇത് മോളെ? ബ്രൗണാ? ബ്രൗൺ ആണ് എൻ്റെ ഐസ്. എൻ്റെ ഉമ്മാൻ്റെ കണ്ണ് നല്ല ബ്രൗൺ ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ കുറച്ച് ഉമ്മാനെക്കാട്ടിയും അല്ല, ഇന്നെക്കാട്ടി കുറച്ചും കൂടി ലൈറ്റാണ് താത്താൻ്റെ കണ്ണ്. അതിനെക്കാട്ടി കുറച്ചും കൂടി ലൈറ്റാണ് എൻ്റെ കണ്ണ്. ഓക്കെ, അപ്പോൾ ഞാൻ വാങ്ങിച്ചുള്ള ഷെയ്ഡ് വന്നിട്ട് ഏസൽ തന്നെയാണ്. ഞാൻ നോക്കട്ടെ. കഷ്ടപ്പെട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, കുറച്ച് പണിയാണ്. ഇനി ഇത് ലെഫ്റ്റ് റൈറ്റ് വെക്കണം. ഓക്കെ, ഞാൻ വെച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ചിട്ട് എന്താണ് കണ്ണിൽ നല്ല എന്താ പറയുക വെള്ളം വന്ന് സീനായി ഊരിട്ടു. തീരെ പറ്റണല്ലോ. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഒരു ജസ്റ്റ് ട്രൈ ആണ്. ഞാൻ വെക്കുന്ന രീതി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ചൂണ്ടുവരലുമ്പോഴാണ് ഞാൻ വെക്കാറ്. അറ്റത്ത് കൊണ്ടിങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും, ലൈക്ക് ഇങ്ങനെ. ഇവിടെ കുറച്ച് ലിക്വിഡ് ആക്കും. ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് കണ്ണ് തുറന്നിട്ട് ടൈം എടുക്കും. ലിറ്ററലി നല്ല ക്ഷമ വേണം.
കുറേ ടൈം എടുക്കാറുണ്ട് ഇങ്ങനെ. അയ്യോ നീറുന്നുണ്ട്. നല്ല നീറുണ്ട്. അയ്യോ ലിറ്ററലി ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കുവേ. ഓക്കെ ഞാൻ 2 കണ്ണിലിട്ടിട്ടുണ്ട്. ഇത് ലിറ്ററലി നീറുണ്ട്. ഓക്കെ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ഞാൻ നോക്കും, ടൈമുണ്ട്, ഒരു 15 മിനിറ്റ് കൂടി ഞാൻ നോക്കും. കംഫർട്ടാണെങ്കിൽ മാത്രം ഞാൻ വെക്കുള്ളൂ. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തേക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തേക്ക് നല്ല എരിഞ്ഞിട്ട് ഞാൻ ഊരി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഓക്കെ ആക്കി കണ്ണ്. ഇനി ഈ കണ്ണ് നോക്കട്ടെ. എരിച്ചിൽ നിൽക്കുന്നില്ലെങ്കിൽ ഞാനത് റിമൂവ് ചെയ്യും. ഓക്കെ, നിതമുളക് ഏകദേശം ഉണങ്ങി. നമുക്ക് നിതമുളക് പറിച്ചെടുക്കാം. ആദ്യം നോസം വന്നെടുക്കാം. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരും. ഇല്ലടി എന്റെ മുഖത്ത് മുടിയുള്ളണ്ടാവും. ഇത് തീരെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എഴുതി കളയാം. എടി എനിക്ക് മുടിയുള്ളോണ്ടാടി. സോറി ഗൈസ്. അവിടെ അത്ര ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര കഴുകലത്തോടത്ത് ഇവിടെ കുറച്ച് വേണ്ട കേട്ടോ. നിങ്ങൾക്ക് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ വാഷ് യുവർ ഫേസ്. ഓക്കെ, അല്ലാണ്ട് ഇതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി നേരം ഇരിക്കട്ടെ, ഒന്ന് ഡ്രൈ ആട്ടപ്പോഴും ആ വെറ്റുണ്ട് ഒന്ന് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഊരാ. അപ്പം നിതമോളുടെ ഫേസ് നമുക്ക് ചെയ്യാം. മാഷാല്ലാ സെറ്റായി. വായയുടെ തുറക്ക്, വായൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്ക്. ഇത് ഉണങ്ങട്ടെ. നമ്മൾ പതിയെ അന്ന് ഞങ്ങൾ പതിയെ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് നമ്മളെ ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവളെ ഫ്രണ്ട്സ് നമ്മളോട് പറഞ്ഞ രസമുണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിൽക്കുന്നത്. ടോണർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താ യൂസ് ചെയ്യേണ്ടത്? പറ നമ്മൾ പറ. മോയ്സ്ചറൈസർ എവിടെ? ആ ഓക്കെ, മോയ്സ്ചറൈസർ കഴിഞ്ഞു ഗൈസ്. നമ്മൾ പിഴിഞ്ഞിട്ടാണ് മോയ്സ്ചറൈസർ കഴിക്കുന്നത്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ, അത് എടുത്ത് തന്നൂടായിരുന്നു. അപ്പോൾ അവിടെ മുഖത്ത് ആ തേച്ചുകൊണ്ട് കുറച്ചും കൂടി ഗ്ലോ വന്നിട്ടുണ്ട്. നോക്കട്ടോ, ഊരിയാലോ? മൊത്തത്ത് ഊരാം. പിമ്പിളുണ്ട്, പക്ഷെ ഈ പിമ്പിളേ ചോര വന്നപ്പോൾ തോന്നിയത് അവിടെ ഇത് വെച്ചപ്പോ. എന്താ ചെയ്യാ? ഇന്നലത്തെ കോഫി മാസ്കും സക്സസ് ആയിരുന്നു. ഇന്നത്തെ കോളേജൻ ഷീറ്റും നല്ലതാണ് കേട്ടോ. നമ്മളിനി വീണ്ടും ഒപ്പം അങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകാൻ നല്ല. ഒരു ഫാൻ മേടിക്കണം കുഞ്ഞത്. എൻ്റെ ഹെയർ ഞാൻ കട്ട് ചെയ്താണ് ഗൈസ്. ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലോണം കേറ്റിയാണ്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ പിന്നെ കുഴപ്പമില്ല. ആ കുട്ടീനെ ആകെ പേടിച്ച് മുടി വെട്ടിയ കുട്ടി. ഞാൻ സാറില്ല, മുടിയല്ലേ വളർന്നോളൂ എന്ന് പറഞ്ഞു. അടുത്ത് മോയ്സ്ചറൈസറാണ് തേക്കുന്നത്. ഇതെന്തത് മായിക്കണം കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ ഇടണം വിചാരിച്ചു, വേണ്ട വിചാരിച്ചു. ഹെവി ആയാലും മനസ്സിലാവും പൊട്ടിയിട്ടിക്കുന്നു. അവിടെ പിന്നെ വെറുതെ തന്നെ നമ്മൾ
നമുക്കിവിടെ സൺലൈറ്റ് ആണ് നമ്മൾ ലൈറ്റ് ഇട്ട് നിന്നുള്ളത്. സണ്ണ് പോണ വരെ ഉള്ളൂ ഈ ഒരു പെർഫെക്ഷനിൽ കാണുന്നത്. അത് കഴിഞ്ഞ പിന്നെ കാണില്ല നമ്മൾ. ഉണങ്ങിയാ അടുത്ത നമ്മൾ തേക്കാൻ പോകുന്നത് എന്താ, സൺസ്ക്രീൻ ആണ്. ഞാൻ ആക്ച്വലി സൺസ്ക്രീൻ തേക്കേണ്ട ആവശ്യമില്ല, കാരണം രാത്രിക്കത്തെ ഫംഗ്ഷനാണ്. പക്ഷേ ഇത് ടിൻറ്റഡ് ആയതുകൊണ്ടും ഇതിൽ നിന്നൊരു ഗ്ലോ ഉള്ളതുകൊണ്ടും മാത്രമാണ് ഞാനിവിടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ രാത്രിയും യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ രാത്രി ഇതിൻ്റെ ആവശ്യമില്ല. എന്നാലും ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേക്കുന്നത്. പാവത്തിന് ഇച്ചിരി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിതിന് തേച്ചോ മിക്സ് ആക്കിക്കോ. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടപ്പോൾ തന്നെ ഫൗണ്ടേഷൻ ഇട്ട ഫീൽ, കാരണം ഇത് ടിൻറ്റഡ് ആണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ ഉള്ളത്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറാണ്. പ്രൈമർ ഞാൻ അത്യാവശ്യം നല്ല പ്രൈമർ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അത്രയും നല്ലൊരു ബേസ് പ്രൈമർ ഇട്ടാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത്. സൂര്യൻ്റെ പാട്ടിന് പോയി ഗൈസ്. അതുകൊണ്ട് വെളിച്ചക്കുറവുണ്ടാവും അല്ലേ? എവിടെ വെച്ചാൽ അവിടെ വെച്ചാൽ നല്ല പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ല രീതിയിൽ ഇടും. അപ്പം നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ പ്രൈമർ യൂസ് ചെയ്ത് നോക്കാം, ഡിഫറൻസ് മനസ്സിലാവും. ഇനി നമുക്ക് അത്ര പ്രൈമറിൻ്റെ ആവശ്യമില്ല, കാരണം അവളുടെ ഫേസിൽ അത്ര ഓപ്പൺ പോസ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഫേസിൽ കുറച്ച് ഓപ്പൺ പോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഇനിവേ ലെങ്സ് ഡ്രസ് ഉണ്ടല്ലേ, ഈ ഡ്രസ്സിന് നല്ല മാച്ചിങ്. ഒരു കുരുണ്ടാണ്, പരിപാടി കഴിഞ്ഞാൽ പോവുമായിരിക്കും. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസീലാണ്. ഞങ്ങളിങ്ങനെ പറയുന്നു, മേക്കപ്പ് ഇട്ടുതരാൻ ഒരാളുണ്ടായിരുന്നു, ഇങ്ങനെ വെറുതെ കിടന്നാൽ മതിയായിരുന്നു. അങ്ങനെ എനിക്ക് ആരെങ്കിലും ഇട്ട് തന്നിട്ടുണ്ട്, അങ്ങനെ കിടന്നിട്ട് ഡാൻസിനൊക്കെ പണ്ട് ചെയ്യുമ്പോൾ ഇട്ട് തന്നിട്ടുണ്ട് എനിക്കിങ്ങനെ. ഒപ്പനക്ക് ഒക്കെ അങ്ങനെ ഇപ്പൊക്കെ പൂതിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിക്കണം, അപ്പം നമുക്ക് കിടന്നിങ്ങനെ കൊടുക്കാം. മഴ മനയിലേക്ക് പോകുമ്പോൾ നല്ല രസമാണ് ശരിക്കും മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ കിടന്നു കൊടുക്കണത്. അത് നല്ലപോലെ മേക്കപ്പിന് ആൾക്കാരാണ് കേട്ടോ. ബ്ലെൻഡ് ചെയ്യാം, കണ്ണിൻ്റെ അടിയിലിടുക. എനിക്ക് പിന്നെ എവിടെയാണോ ഒരു മറക്കണ്ട അവിടെ ഇട്ടോ. കണ്ണ് പിന്നെ എവിടെ ഇടുക, അവിടെ തന്നെ മതി. കണ്ണിൻ്റെ മേലെ ഇട്ടോ, കണ്ണിൻ്റെ മേലെ അടിയിലിട്ടാൽ മതി. ഇത്രേ ഉള്ളൂ. നമ്മൾ മാക്സിമം പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ CC ക്രീം യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. കൺസിൽ ഇട്ടോടത്ത് എന്തായാലും CC ക്രീം ഇടണം, കാരണം അല്ലെങ്കിൽ അവിടെ കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് കിടക്കും. താത്ത ബ്രൗൺ. അപ്പോൾ ഞങ്ങളത് ഫേസിൽ ബ്ലെൻഡാക്കി. അടുത്ത ഞങ്ങൾ ലൂമി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. 2 ലൂമി ക്രീം ഉണ്ട് ആക്ച്വലി. ഇതുണ്ട് സ്ട്രോപ്പ് ക്രീം, നമ്മൾ കുറേ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എന്താണ് ഇതാണ് ഇഷ്ടമായത്. ഇതെന്താ കുറച്ച് ഭയങ്കര ഹാർഡായ ഫീൽ. അപ്പോൾ പറഞ്ഞു തന്നത് ഇതിലേക്ക് ഇത് കുറച്ച് കട്ടിയായ പോലെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അത് ഇട്ടുതരാം, ഇത് ഞാനിടാം. ഓക്കെ, രണ്ടാളെ ഫേസിൽ എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലോ. ഇതിലൊരു റോസ് ടച്ച് ഉണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടി കണ്ട ഒരു സോലബിളായിട്ടുള്ള പോലത്തെയാണ്. ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ കാണിച്ചു തരാം. ഒരുപോലത്തെ ഒരു റോസ് ഗോൾഡിൻ്റെ ഷെയ്ഡ് ഉണ്ട്. ഇന്ത്യയിൽ അതില്ല, പക്ഷെ ഗ്ലോ രണ്ടിൻ്റെ ഉണ്ട് അല്ലേ? ഓക്കെ, അടുത്തത് കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ പൗഡറാണ് യൂസ് ചെയ്തിരുന്നത്, പക്ഷേ അപ്പം കുറച്ച് സെറ്റ് കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ബ്രഷ് വെച്ചിട്ട് സെറ്റാക്കാം. ജസ്റ്റ് ആക്കുന്നുള്ളൂ. ഓക്കെ,
എനിക്കാക്കണ്ടേ? അടുത്ത നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. ബേസായിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും മേലെ ഈ ഒരു ബ്രൗണാണ് ഞാൻ ഇടുന്നത്. അടിയിൽ ബേസായിട്ട് നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് പോവാം. എന്താണ് ഈ കോഴി? എന്താ ആദ്യം ലൈറ്റ് കൊടുക്കണം. ആദ്യം ഇത് കൊടുക്കണം. ഔട്ടർ കോർണറിൽ ഡാർക്കും ഇന്നർ കോർണറിൽ ലൈറ്റുമാണ് കൊടുക്കണം. എന്തിനാ നമ്മളെ പാർട്ടീഷൻ എടുത്തിട്ട് ഓക്കെ അത്യാവശ്യത്തിൽ ലെയർ ഇട്ട് കൊടുക്കാം. ഇവിടെയും അതുപോലെ തന്നെ ഒരു പാർട്ടീഷൻ എടുത്തിട്ടാണ് ഞാൻ കൊക്ക ട്രഫിൾ ആണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഓക്കെ ഇനി ഇന്നറിൽ കുറച്ച് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ എന്നിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ചില ലൈറ്റിൻ്റെ ഡാർക്ക് ഷെയ്ഡിലേക്ക് പോണ പോലെ. അങ്ങനെയാണ് ഐ ചെയ്തത്. ഓക്കെ ഇനി നമ്മൾ ഷിമ്മർ ഷെയ്ഡ് ഇടും. നോക്കട്ടെ, ഇത് ഈ ബ്രൗൺ എടുത്താലോ? ഒന്ന് മാറ്റിയിട്ടോ. ഇതാണ് രസം. അത് സെൻറ്റർ പോർഷനിലാണ് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അവിടെ ബ്ലെൻഡ് ചെയ്യാണ്. ഓക്കെ നല്ല രസമുണ്ട്. ഞൊണ്ണിമോൾക്ക് ചെയ്ത് കൊടുക്കണത് ഈയത്തിൽ നിന്നാണ്, കൊഞ്ഞിയിൽ നിന്നാണ്. അപ്പം നോക്കിയിട്ട് ഒരൊറ്റ ഷെയ്ഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്നറിയായിട്ട് ഞാൻ യൂസ് ചെയ്യണത് കണ്ണമ്പിക്ക. അയ്യോ, ഒരു കണ്ണടച്ചിട്ടൊരു കണ്ണ് പറഞ്ഞ. അയ്യോ അടുത്ത ടാസ്ക്കാണ് കണ്ണെഴുതൽ. അപ്പോൾ ഞങ്ങൾ കണ്ണെഴുതിയിട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ ലാഗാവും. സത്യം പറഞ്ഞാൽ ഇന്ന് ലെങ്സ് ഇട്ടോണ്ടോന്ന് അറിയില്ല. എനിക്കിന്ന് ഐ ഷാഡോ ചെയ്തതായിക്കോട്ടെ, ഐലൈനർ വരച്ചതായിക്കോട്ടെ, മസ്കാര ഇട്ടായിക്കോട്ടെ, നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ണ്. അപ്പോൾ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞ. അടിയിലൊന്നും ഇവിടെ ഒരു ഡാർക്ക് കളർ ആക്കണം എന്നുണ്ട്. നോക്കട്ടെ. ലാസ്റ്റ് നമ്മൾ അതിന് കൂടുതൽ നമ്മൾ ആർഭാടം ആക്കണില്ല. ഇപ്പം തന്നെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ വേറെ ബ്ലഷും ഇന്ന് ഇടുന്നില്ല. എനിക്ക് ബ്ലഷ് വേണോ? എനിക്ക് ഇട്ടുതരാം. ഞാനിനി ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഹൈലൈറ്റ് സത്യം പറഞ്ഞാൽ ലിക്വിഡ് ഹൈലൈറ്ററാണ് കുറച്ചുകൂടി നല്ല റോഡിനെ കാട്ടിയും. എൻ്റെ അടുത്തുള്ള ഹൈലൈറ്റ് ചെയ്യാസ്റ്റാണ്. ഓക്കെ പറട്ടോ. ഇത് ലിപ്സ്റ്റിക്ക് എന്നത്തെ പോലെ കൺഫ്യൂഷൻ തന്നെയാണ് ഞാൻ. പക്ഷെ എന്നിടാണ് റെനയുടെ താത്ത റെനെ എന്ന് അത്ര പറയാൻ പറഞ്ഞ. ഏറ്റവും ടാസ്ക് ഇനി ഹെയർ സെറ്റ് ചെയ്യാനാവും. ഈ ഓറഞ്ച് ഷെയ്ഡ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിപ് മിസ്റ്റ് യൂസ് ചെയ്യും. ട്രിപ്പിൻ്റെ ലിറ്ററലി ഇപ്പോൾ ഞാൻ എല്ലാത്തിലും കയറി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിപ് മിസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാലൊന്ന് ആ ഓറഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ഷെയ്ഡൊന്ന് കുറഞ്ഞ് കിട്ടും. കുറച്ചുകൂടി ഡാർക്കായിട്ട് മാറും. ഓക്കെ, ഇനി ഹെയർ സെറ്റ് ചെയ്യാം.
നിതമോൾക്ക് ഞാൻ ഈ ഇതാണ് സ്റ്റേ ഓൺ ലിപ് ക്രയോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് ലിപ്പിൽ ഇട്ടെടുക്കാം. അത് ഒരു ചോയൽ ഇതിട്ടിട്ടില്ലേ? ചിരിക്കണ്ട, ചിരിക്കല്ലേ അമ്മ. ആ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ നല്ല നേരത്തെ ഒരു ബ്രൗണ് ഔട്ടർ കോർണറിലൊന്ന് ഒന്ന് സ്മഡ് ചെയ്യണം. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ കയ്യറ്റായതുകൊണ്ട് കൈ ആകെ വൃത്തിയേടാവുന്നുണ്ട്. നേരെ നമുക്ക് കാണാം. കൺമഷി കണ്ടല്ലോ, കൺമഷി നിരവധിയാണ്. ആക്ച്വലി എനിക്കിന്ന് റിസപ്ഷനെ പറ്റിയൊരു ഐ മേക്കപ്പാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്തെൻ്റെ മുഖം ഇങ്ങനെ കളിച്ചിട്ടുണ്ടോ? ആൻഡ് നമുക്ക് സെറ്റിംഗ് സ്പ്രേ. സാനിറ്റൈസറിന്റെ സ്മെല്ലുണ്ട്. മേക്കപ്പിന്റെ സ്കില്ല് എനിക്ക് കൂടുതൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ 2 ദിവസം മേക്കപ്പ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ടൈം എടുത്തിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ടു ഗുഡ്, നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് ഹെയർ പരത്തിയിടുന്നില്ലെന്ന് ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം ഇടുള്ളൂ. ആൻഡ് ഷാള് വേറൊന്നുമില്ല. ഈ ഷാളല്ല കേട്ടോ, വേറെ ഷാളാണ്. ഏതാ മോളും സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു. ഇനി ഞങ്ങൾ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം, ഷാളൊക്കെ ഇട്ടിട്ട്. 1 2 3. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. എടുത്ത് കാണിച്ചെടുക്കാം. ഇതാണ് ഷാള് വന്നിട്ട്. ആൻഡ് ഞാൻ അന്ന് ചെയ്ത മേക്കപ്പിൽ ഫൗണ്ടേഷൻ ഇല്ല. ഇന്നലെ ചെയ്തപ്പോൾ എന്താണ് മേക്കപ്പിലും ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നില്ല. ഫൗണ്ടേഷൻ ഇല്ലാതെയാണ് ഞാൻ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഫൗണ്ടേഷൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് BB ക്രീം CC ക്രീം ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ലുക്ക്. ഇത് നമ്മൾ ലുക്ക് കാണിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ റിസപ്ഷൻ ലുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ.